നമസ്കാരം. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേ പറയുന്നു. എന്നാൽ ഇക്കാര്യം കൊണ്ടല്ല ഈ ഉത്തരേന്ത്യൻ സ്ഥാപനത്തിന്റെ സർവേ ഇന്ന് രാഷ്ട്രീയ ഉപശാലകളിൽ ചർച്ചയായിരിക്കുന്നത്. UDFന്റെ മുഖ്യമന്ത്രി മുഖമായി ശശി തരൂരിനും LDFൽ KK ശൈലജയ്ക്കും കൂടുതൽ ജനപ്രീതി ഉണ്ട് എന്ന് സർവേ പറയുന്നു. ഇത് സംബന്ധിച്ച വാർത്ത X പ്ലാറ്റ്ഫോമിൽ തരൂർ തന്നെ റീട്വീറ്റ് ചെയ്തത് കൗതുകമായി. ഞാനാണ് യോഗ്യനെന്നും എനിക്കാണ് ജനപ്രീതി എന്നും തരൂർ പ്രഖ്യാപിക്കുകയാണോ? ആദ്യം സർവേ എന്തു പറയുന്നു എന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഇത് വോട്ട് വൈബ് എന്ന സംഘടനയുടെ സർവേ ആണ്. വോട്ട് വൈബ് ഒരു ഉത്തരേന്ത്യൻ ഏജൻസിയാണ്. വോട്ട് വൈബ് പറയുന്നത് കേരളം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉയരുകയാണ്, രണ്ട് മുന്നണികളിലും നേതൃത്വത്തിന്റെ അഭാവമുണ്ട് എന്ന് വോട്ട് വൈബ് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളതായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ കൂടുതൽ ഉണ്ട് എന്ന് 41% പേരും, കൂടുതലുണ്ട് എന്ന് 6.9% പേരും പറയുന്നു. അതായത് 48% പേരും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നത് 8.7% പേരും, ഒട്ടുമില്ല എന്ന് അഭിപ്രായപ്പെടുന്നത് 26.1% പേരും മാത്രമാണ്. അപ്പോൾ ഏതാണ്ട് 34% ആളുകളാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നത്. അഭിപ്രായമില്ല എന്ന് 10% ആളുകൾ പറയുകയും ചെയ്യുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് ഈ സർവേ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തേത്, നിലവിലെ MLAക്ക് നിങ്ങൾ വീണ്ടും വോട്ട് ചെയ്യുമോ എന്ന ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ചെയ്യുമെന്ന് 23.3% പേർ മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ ചെയ്തേക്കാം എന്ന് 6.2% ആളുകൾ പറയുന്നുണ്ട്. അതേ പാർട്ടിയുടെ തന്നെ, അതായത് ഇപ്പോൾ ഏത് പാർട്ടിയാണോ ആ മണ്ഡലത്തിലെ MLA അതേ പാർട്ടിയുടെ തന്നെ വേറൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് 28.3% പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പാർട്ടിക്കല്ല വേറെ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക എന്ന് 34.3% ആളുകൾ പറയുന്നു. അഭിപ്രായമില്ല എന്ന് 7.9% ആളുകൾ പറയുന്നു. അതായത് MLAമാരും ആന്റി ഇൻകംബൻസി നേരിടുന്നു എന്നാണ് വോട്ട് വൈബിന്റെ ഈ സർവേയിലെ സൂചന. അപ്പോൾ പൊതു ആന്റി ഇൻകംബൻസിയുടെ പ്രതീതി കേരളത്തിൽ ഉണ്ട് എന്ന് ഈ സർവേ പറയുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, വികസനത്തിന് ഏത് മുന്നണിയാണ് നല്ലത് എന്നുള്ള ചോദ്യമായിരുന്നു. വികസനത്തിന് ഏത് മുന്നണിയാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ UDF ആണ് നല്ലത് എന്ന് 38.9% ആളുകൾ പറയുന്നു. LDF ആണെന്ന് 27.8% പേരും, NDA ആണെന്ന് 23% ആളുകളും പറയുന്നു. അത് കുറച്ച് സർപ്രൈസിംഗ് ആണ്. എന്തായാലും വികസനത്തിന് നല്ലത് UDF എന്നാണ്. വികസനത്തിന് ഏത് മുന്നണിയാണ് നല്ലത് എന്ന ചോദ്യം ഈ സർവേ ഏജൻസി ചോദിച്ചപ്പോൾ കൂടുതൽ ആളുകൾ ഉത്തരം പറഞ്ഞത്. ഇനിയാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആരാകണം UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നതും. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ വരണമെന്ന് 28.3% ആളുകൾ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് തൊട്ടു പിന്നിൽ 15.4%. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവട്ടെ എന്ന് 8.2% ആളുകൾ പറയുന്നു. KC വേണുഗോപാൽ 4.2% ആളുകൾ അദ്ദേഹം ആകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർ ചെയ്തെങ്കിലും 4% ആളുകൾ AK ആന്റണി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളാണ്. അതേസമയം മറ്റ് നേതാക്കൾക്കും ചെറിയ സ്കോറുണ്ട്. സണ്ണി ജോസഫിന് 2% ആളുകളുടെ പിന്തുണയും, K സുധാകരന് 5% ആളുകളുടെ പിന്തുണയും, ഇതിനേക്കാൾ കൂടുതൽ K മുരളീധരന് 6% ആളുകളുടെയും പിന്തുണയുണ്ട്. അഭിപ്രായമില്ല എന്ന് അഭിപ്രായപ്പെടുന്നത് 27% ആളുകളുണ്ട്. 27.1% ആളുകൾ ഇതുവരെ UDFന്റെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആരാകണം UDFന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ശശി തരൂർ എന്ന സർപ്രൈസിംഗ് ആയിട്ടുള്ള ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ പ്രധാനമാണ് LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യവും. LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് ഉത്തരം പറയുന്നത് 17.5% ആളുകൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരവുമായി അതിനെ കൂട്ടിച്ചേർക്കാം. KK ശൈലജ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് 24.2% ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതായത് LDFൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും ജനപ്രിയത KK ശൈലജയ്ക്കാണ്. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് 5.3% ആളുകളും, MA ബേബി ആകട്ടെ എന്ന് 5.8% ആളുകളും, MV ഗോവിന്ദൻ ആകട്ടെ എന്ന് 2% ആളുകളും, K രാധാകൃഷ്ണൻ ആകട്ടെ എന്ന് 3.6% ആളുകളും പറയുന്നു. വലിയ, അതായത് 40%-ലധികം ആളുകൾ LDFന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഇതിനോടകം ഒരു അഭിപ്രായം രേഖപ്പെടുത്താത്തവരുമാണ്. ഈ സർവേയിൽ പങ്കെടുത്ത 10,000 പേരെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഇനി ഈ വോട്ട് വൈബ് കണ്ടെത്തിയിരിക്കുന്നത്, ഈ സർവേയുടെ ആകെ തുക എന്ന നിലയിലുള്ള കണ്ടെത്തലുകൾ കേരളത്തിൽ വ്യക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും UDFന് ഗണ്യമായ മുൻതൂക്കമുണ്ടെന്നും ഇരു മുന്നണികളിലും നേതൃത്വം സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെന്നും NDA വോട്ട് വിഹിതം ഉയർത്തും എന്നുമാണ്. അതായത് ഇതാണ് വോട്ട് വൈബ് എന്ന സംഘടന. അമിതാഭ് തിവാരി എന്ന
ദേശീയ ചാനലുകളിലൊക്കെ പാനലിസ്റ്റായി പങ്കെടുക്കുന്ന ആളാണ് ഇതിൻ്റെ മുഖ്യ ആൾ. ഒരു റിലേറ്റീവ്ലി പുതുത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സർവേ ഏജൻസിയാണ് ഈ സർവേ ഏജൻസി. ഇതിൻ്റെ എത്രമാത്രം ഇത് ആധികാരികമാണ്, വിശ്വാസ്യമാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് കേരളത്തിൽ പരിചിതമായ ഒരു ഏജൻസി നടത്തിയിട്ടുള്ള സർവേ അല്ല. വോട്ട് വൈബ് എന്ന ഏജൻസി അവർ പശ്ചിമ ബംഗാളിലും ആസാമിലും സർവേ നടത്തിയിരുന്നു, അതുപോലെ തന്നെ ബീഹാറിൽ സർവേ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെയും ഒരു പ്രഡിക്ഷൻ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ഒരു മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് പോളാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുത അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഡാറ്റ ഇതാണ്. ഇതിൻ്റെ നെല്ലും പതിരും ഒക്കെ നിശ്ചയമായും കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഈ സർവേ ശശി തരൂർ എൻഡോസ് ചെയ്യുക വഴി കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർവേയുടെ പ്രത്യേകത. അല്ലെങ്കിൽ ദൈനംദിനം വരുന്ന അനേകം സർവേകളിൽ ഒന്നായി ഇത് ചുരുങ്ങി പോകുമായിരുന്നു. ഡോക്ടർ ജി ഗോപകുമാർ, അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ പ്രേംകുമാർ, അതുപോലെ തന്നെ എൻ ശ്രീകുമാർ എന്നിവരാണ് നമ്മുടെ പാനലിൽ ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇരിക്കുന്നത്. ആദ്യം ഡോക്ടർ ഗോപകുമാർ, ഈ സർവേയുടെ കണ്ടെത്തലുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുമൊക്കെ പറയുന്നു. ഒപ്പം UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഗണ്യമായ മുൻതൂക്കം പ്രവചിക്കുകയും ചെയ്യുന്നു. ഇതൊരു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ യുക്തിസഹം എന്ന് വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണോ? ഇത്തരം സർവേകൾ 8-9 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാലാവസ്ഥയുമായി തട്ടിച്ചു നോക്കുക വിഷമമാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് ഉറപ്പിച്ച് പറയാം. കാരണം ഇത്തരം സർവേകൾക്ക് കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് പ്രൊഫഷണലിസത്തിന് വലിയ സാധ്യത വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളോട് ടെലിഫോൺ സർവേയിൽ കൂടിയൊക്കെ ചെയ്യാവുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സർവേകളെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു മൂഡ് ഓഫ് ദി സ്റ്റേറ്റ്, മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞ CSDS മുമ്പ് ഒരുപാട് സർവേകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവേ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ ഒരാൾക്ക് പനിയുണ്ട് എന്നിരിക്കട്ടെ, പഴയ കാലത്തെ ഡോക്ടർമാരൊക്കെ വന്ന് നാടി പിടിച്ച് നോക്കും, പനിയുണ്ടോ എന്ന് തൊട്ട് നോക്കും എന്ന് പറയുന്നത് പോലെ മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് നോക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അസുഖമായി എന്ന് പറയാനായിട്ടില്ല, ഇതാണ് വിധി എന്ന് പറയാൻ. അമേരിക്കയിലൊക്കെ ഇപ്പോൾ പ്രസിഡന്റിന്റെ പോപ്പുലാരിറ്റി വളരെ പ്രധാനപ്പെട്ട പോപ്പുലാരിറ്റി റേറ്റിംഗ് വളരെ കൃത്യമായി വരാറുണ്ട്. പക്ഷെ കേരളം പോലെ ഇപ്പോൾ നമുക്കിപ്പോൾ താങ്കൾ സെഫോളജിയിൽ കാര്യമായി പരീക്ഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫിയും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിസരവും വെച്ച് എളുപ്പമാണോ, ഒരു നിഗമനത്തിലേക്ക് എത്താൻ എളുപ്പമാണോ? കണ്ണടച്ച് ഇവിടെ ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ശാസ്ത്രീയമായി വളരെ ബുദ്ധിമുട്ടി നടത്തുന്ന സർവേകൾക്ക് അതിൻ്റേതായ മൂല്യമുണ്ട്. വളരെ പെട്ടെന്ന് ജേർണലിസ്റ്റിക്കായിട്ട് എന്തെങ്കിലും ആശയം കിട്ടി അത് വലിയൊരു സെൻസേഷണലിസം കൊണ്ടുവരുന്നൊരു സർവേ ആണെങ്കിൽ നടക്കില്ല. സർവേക്ക് വേണ്ട അതിനനുസരിച്ചുള്ള ഈ പോകുന്ന പോൾസ്റ്റേഴ്സ് പരിശീലനം കൊടുത്ത് അവർക്ക് നല്ല നിരീക്ഷണ പാഠവും കൊടുത്ത് അവർ പറഞ്ഞു വിട്ടാൽ അവർ ശക്തരായിട്ട് കൊണ്ടുവരും. ഞാൻ 20-24 വയസ്സിനും ഇടയ്ക്കുള്ള വിദ്യാർത്ഥികളെയാണ് സർവേക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. സർവീസിലിരിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന റിസൾട്ട് എത്ര ആക്യുറേറ്റാണ്. ഒരാഴ്ച കൊണ്ട്, ഒരു 10 ദിവസം കൊണ്ട് അവർ ഫീൽഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഡേറ്റ നമുക്ക് പുസ്തകം എഴുതാനുള്ള ഡേറ്റ കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് ആ സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സർവേയുടെ ബാക്കി കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അവരെത്രത്തോളം ആളെ വിട്ടു, എത്ര നാളവിടെ നിന്നു, അതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സർവേകൾ ശാസ്ത്രീയമായിട്ട് ചെയ്യാം, അതിന് ബുദ്ധിമുട്ടില്ല. കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ സങ്കീർണമായ ഇത് വാസ്തവത്തിൽ അഭിലാഷണൊക്കെ അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് സർവേ നടത്തിയ കേരളത്തിലാണ്. എത്ര പേർക്കറിയാം? 1965 അന്ന് കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വകുപ്പും ഡൽഹിയിലെ ഇതേ CSDSഉം രജനി കൊത്താരിയുടെ നേതൃത്വത്തിലാണ് ആ സർവേ നടത്തിയത്. അന്ന് ആ നടത്തിയ ഡേറ്റ എല്ലാം ഇപ്പോഴും ഞാൻ ചരിത്രത്തിൻ്റെ ഭാഗമായി എൻ്റെ നെറ്റിലും എൻ്റെ ഇതിനകത്തും സൂക്ഷിക്കുന്നുണ്ട്. 65 ഇലക്ഷനാണ്, ആലോചിക്കണം. 62 യുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനു ശേഷം ഒരു സങ്കീർണമായൊരു സഭ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ സർവേയാണ്. എന്ത് മെറ്റീരിയലാണ് ഉള്ളത്. അപ്പോൾ സർവേ അതിൻ്റെ ഒരു ശാസ്ത്രീയതയുണ്ട്. ആ നിലയ്ക്ക് ചെയ്താൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വോട്ട് വൈബ് എത്രത്തോളം തീരെ മോശമല്ല എന്ന് നമുക്ക് മനസ്സിലായി അവരുടെ പ്രവർത്തനത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും തള്ളിക്കളയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇതാണ് 9 മാസം കഴിഞ്ഞുള്ള റിസൾട്ട് എന്ന് ഞാൻ പറയില്ല. തീർച്ചയായും ഇവിടെ ഇപ്പോൾ നമുക്ക് ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ സർവേ ഏജൻസികൾ ഒരുപാടുണ്ട് എന്ന് മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ സർവേ ഏജൻസികളുടെ ക്ലയൻസായി മാറാറുമുണ്ട്. പലപ്പോഴും അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും വരാറുണ്ട്. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവേ ഏജൻസിക്ക് തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുവെന്ന് ആ സർവേ ഏറ്റവും കൂടുതൽ ആങ്കർ ചെയ്തിട്ടുള്ള രാജ്ദീപ് സർദേശായി അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയപ്പോൾ അതിൽ പറയുന്നുണ്ട്. കാരണം BJPക്ക് വേണ്ടി സർവേ നടത്താറുള്ള, ഇപ്പോഴും ചില ഗവൺമെന്റ് പ്രൊജക്ടുകൾക്ക് സർവേ ചെയ്യാറുള്ള ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് അവിടെ ബയാസ് കൂടുതലായിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡിബാക്കിളിന് ശേഷം പിന്നെ കാര്യമായി വന്നിട്ടുമില്ല. ഇത് താരതമ്യേന പുതിയ, നമ്മൾ അധികം കേൾക്കാത്ത ഒരു ഏജൻസിയാണ് വോട്ട് വൈബ്. വോട്ട് വൈബ് കേരളത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ആധികാരികമാകാൻ സാധ്യത ഉണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു?
ഒരു ഏജൻസി നടത്തുന്ന സർവേ, പ്രത്യേകിച്ച് ബോംബെ ബേസ്ഡായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മാത്രം കാര്യങ്ങൾ മുൻപ് പറഞ്ഞ അത് വളരെ അടുത്ത കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു ഏജൻസി എന്ന നിലയിൽ ഇതിൻ്റെ ഒരു സാമ്പിൾ സൈസ് ഇപ്പോൾ 10,000 പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ് ഈ 10,000 പേരെ ഈ കാറ്റഗറി തിരിച്ചിരിക്കുന്നത്, ഇതെല്ലാം അവർ വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും 8-9 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏർലിയസ്റ്റ് ഒരു സൂചന എന്ന നിലയിലാണ് ഗൗരവപൂർവ്വം ഇപ്പോൾ കേരളം ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പോൾ റിസൾട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു റാമിഫിക്കേഷൻ വരുന്നത് ഈ പോളിൻ്റെ ചില സൂചനകളാണ്. പ്രത്യേകിച്ച് 2 സൂചനകളാണ്. UDF ക്യാമ്പും LDF ക്യാമ്പും കൃത്യമായി ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടും. കാരണം LDFിൻ്റെ ഭാഗത്താണ് ഒരുപക്ഷെ കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ശ്രീ പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി ഒരു 3-ാം ഊഴം തുടർ ഭരണം എന്ന നിലയിലേക്ക് LDF ഏതാണ്ട് മാനസികാവസ്ഥ എത്തിച്ചു നിർത്തിയിരിക്കുന്നു. അവിടെ KK ശൈലജയ്ക്കാണ് പ്രാധാന്യം. ഏതാണ്ട് 24% പിന്തുണ കേരള ജനത, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ 24% പേര് KK ശൈലജയ്ക്കും കേവലം 17% പേര് മാത്രം നിലവിലെ മുഖ്യമന്ത്രിക്കും പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പം പൊതുവെ ഉണ്ട് എന്ന പ്രതീതി അവിടെ ജനിക്കുന്നു. ഇതിനേക്കാൾ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ട്. അത് നിലവിലുള്ള ആശയക്കുഴപ്പം. LDFിൽ വലിയ ആശയക്കുഴപ്പങ്ങളില്ല. UDFിൽ ആശയക്കുഴപ്പമുള്ളത് ഏതാണ്ട് വലിയ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഈ മുറിവിൽ മുളകരച്ച് പുരട്ടുന്നത് പോലെയാണ് ശശി തരൂർ ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ ടൈമിങ് വളരെ പ്രധാനമാണ്, അതിൻ്റെ കണ്ടന്റ് വളരെ പ്രധാനമാണ്. ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം തരൂർ കഴിഞ്ഞ 2 വർഷമായി ഹി ഹാസ് ത്രോൺ ഹിസ് ഹാറ്റ് ഇൻ ടു ദ റിംഗ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി താൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കടന്നുകൂടാൻ ശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനേഷൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് മുൻപ് ലഭിക്കാൻ ചെയ്തതിന് സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു കൾച്ചറൽ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തരൂർ ഇത് ചെയ്യുന്നത്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി ഡൈനാസ്റ്റിക് ഒരു ഓവർച്യൂസ് ഉള്ള പാർട്ടിയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ താഴെത്തട്ടിൽ മുതൽ അടിച്ച് കളിച്ച് കയറി വന്ന ആളുകൾ, അവരുടെ തലയ്ക്ക് മീതെ ഹൈക്കമാൻഡ് ഒരു കാൻഡിഡേറ്റിനെ, അത് പ്രത്യേകിച്ച് താൻ പോരുമയുണ്ട് എന്ന് ഹൈക്കമാൻഡിൻ്റെ കേരളത്തിലെ പലരും കരുതുന്ന തരൂരിനെ പ്ലേസ് ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് തരൂർ എങ്കിൽ ഈ കുളം ഒന്ന് കലക്കിയെടുക്കാം, അത് തെളിയുന്നുണ്ട് എങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ചാൻസ് കോൺഗ്രസ് നൽകില്ല, പക്ഷേ UDF അധികാരത്തിൽ വരില്ല എന്ന പ്രതീതിയുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? പൊതുജനങ്ങൾ തന്നോടൊപ്പമാണ്. 28% ജനകീയ പിന്തുണ തരൂരിനുണ്ട് എന്ന് ഈ ഏജൻസി പറയുമ്പോൾ ഗൗരവമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം അത് ചർച്ച ചെയ്യുമെങ്കിൽ അവിടെയാണ് തരൂരിൻ്റെ ചാൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല തരൂർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണെറിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. 2 ഉദ്ദേശങ്ങൾ മാത്രമേ തരൂരിനുള്ളൂ. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. അങ്ങനെ വലിയ രീതിയിൽ തനിക്ക് അദ്ദേഹത്തിന് കണക്ക് തീർക്കാനുള്ള പല കാര്യങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വത്തോട്. അത് നേരിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിന് പുറത്ത് നിന്നുകൊണ്ട് പരമാവധി അലോസരം ഉണ്ടാക്കുക ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ തരൂരിനെ വിളിക്കൂ, UDFിനെ രക്ഷിക്കൂ എന്ന് UDF മൈൻഡഡ് ആളുകളല്ല, മറിച്ച് നിഷ്പക്ഷരായ ആളുകൾ, പ്രത്യേകിച്ച് ന്യൂജൻ ആളുകൾ ചിന്തിച്ചു തുടങ്ങി എന്ന പ്രതീതിയാണ്. അതുകൊണ്ട് ഗംഭീരമായ ആശയക്കുഴപ്പം UDFിനോട് ഉണ്ടാക്കാൻ ഈ സർവേക്ക് സാധിച്ചു. തരൂർ അതിനെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്തെടുത്തു, റീട്വീറ്റ് ചെയ്തതിലൂടെ. ശരി, ശ്രീ പ്രേംകുമാർ, ഇത് തന്നെയാണോ കേരളത്തിന്റെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ്? ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ, ആസാമിലൊക്കെ ഇവർ സർവേ നടത്തിയിട്ടുണ്ട്. ആസാമിൽ BJP ഭരിക്കുന്ന ആസാമിലും തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ്. അത് 50% മുകളിലാണ് കേട്ടോ. 50% മുകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് ഈ ഏജൻസി പറയുന്നത്. അഭിലാഷ്, ഇത്തരത്തിലുള്ള സർവേകളെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായം പറയാറോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കാറോ ഇല്ല. ഇതിൽ പക്ഷെ പങ്കെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ശശി തരൂർ ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ്. ശശി തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് ED മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ട്വീറ്റാണ്. ED മാത്യു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് moneycontrol.com എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലിൽ വന്ന ഈ സർവേയെ പറ്റിയുള്ള വാർത്തയാണ്.
moneycontrol.com എന്നുള്ളത് നമുക്കറിയാം മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇത്ര നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി ഞാൻ പറയട്ടെ. UDF ക്യാമ്പിൽ കൃത്യമായൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടത്, സർവേ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന ഈ അമിതാഭ് തിവാരി നാഷണൽ ചാനലുകളിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിനെതിരെ, ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സെക്യുലർ ഫ്രണ്ടിനെതിരെയും BJPക്ക് അനുകൂലമായിട്ടും തന്നെ സംസാരിക്കുന്ന ആളാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്, നെറേറ്റീവ് കൺഫ്യൂഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമിതാഭ് തിവാരി ഈ അടുത്ത് തുടങ്ങിയ ഒരു ഏജൻസിയാണിത്. ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസീസ് നടത്തുന്ന സർവേകൾ വാല്യൂ ഫ്രീ ആണെന്നോ ഒബ്ജക്റ്റീവ് ആണെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേയെ ഞാൻ കാണുന്നത് കോൺഗ്രസിനുള്ളിൽ UDFന്റെ സിമ്പതൈസേഴ്സിന്റെ ഇടയ്ക്ക് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അഭിലാഷ് വാർത്തക്കടയിൽ പറഞ്ഞതുപോലെ ഇവർ പറയുന്ന മൊത്തത്തിലുള്ള ഒരു കണക്ക് UDFനാണ് 38% ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം അംഗീകരിക്കാം. LDFന്റെ കൂടെ 27% ആളേ ഉള്ളൂ, അതും സമ്മതിക്കാം. പക്ഷെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, കേരളത്തിൽ 23% ആളുകൾ NDAയുടെ ഒപ്പമാണെന്ന്. ലീഡർഷിപ്പ് ക്രൈസിസ് ഉള്ളത് LDFലും UDFലും മാത്രമാണ്. എവിടെ ഇല്ല, BJPയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവർ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഗതി, കേരളത്തിൽ വളരെ മേജർ ആയിട്ടുള്ള ഒരു തേർഡ് ഫ്രണ്ട് ഉയർന്നു വരുന്നു, അത് NDA ആണ്, BJP ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ. ഇങ്ങനെയുള്ള ഒരു സർവേയുടെ പിന്നിലുള്ള BJPയുടെ അജണ്ട മനസ്സിലാവാത്ത ആളല്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനോട് പിറകിൽ പോയാൽ എന്നെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ശശി തരൂരിന് മനസ്സിലായിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ വലിയൊരു പ്രശ്നം. UDFന്റെ വലിയ പ്രസ്റ്റീജ് ഫൈറ്റ് ആയിരുന്ന നിലമ്പൂർ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞാലാണ് തരൂർ. വിളിക്കാൻ ഇത് കല്യാണമൊന്നുമല്ല എന്ന് മറ്റൊരു MP മറുപടി പറഞ്ഞ സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ഞാനാണ് ഏറ്റവും നല്ല ആ സർവേ അയാളെ അദ്ദേഹം എൻഡോസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി വളരെ കൃത്യമായിട്ടും കോൺഗ്രസിനെ പിന്നെയും കൺഫ്യൂഷനിലാക്കുന്ന, ഒരു വട്ടം കൂടെ കൺഫ്യൂഷനിലാക്കുന്ന കാര്യമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശശി തരൂർ ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടെ, KPCC പ്രസിഡന്റ് ഇത് കണ്ടിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. എവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എന്താ പറയുക ഹോളോനെസ്, പാപ്പരത്തെ എവിടെയാണ്? അദ്ദേഹം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്ന് സർവേ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം UDFും LDFും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. എമേർജ് ചെയ്യുന്നത് NDA ആണ് എന്നുള്ളതാണ് ഈ സർവേയുടെ കൺഫ്യൂഷൻ. ആ അപകടം തിരിച്ചറിയാതെ UDFന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ എന്തായാലും ഞങ്ങൾ ജയിക്കുമെന്ന് സർവേ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരാണോ അല്ലയോ എന്നുള്ളത് പിന്നെ പറയാമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിലവിൽ എല്ലാ ഘട്ടങ്ങളിലുമുള്ള BJPയും സംഘപരിവാർ ഉയർത്തുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാണാതെ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ഹോളോനെസ് ആണ് ഇതിലൂടെയും വെളിവാകുന്നത്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഈ സർവേ 2 ദിവസം മുമ്പ് വന്നതാണ്. അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിരുന്നു എന്ന് മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലും അവൈലബിൾ ആണ്. ഇതൊരു ചർച്ച ആകുമായിരുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, നേതാക്കൾ തന്നെ, നമ്മുടെ നാട്ടിലെ നേതാക്കൾ തന്നെ ഓരോ ഏജൻസികളെ വെച്ച് അവരവരുടെ മണ്ഡലങ്ങളിലെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് മാറണോ എന്ന് നോക്കാൻ വേണ്ടി സർവേ നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ 6 or 7 സർവേ ഏജൻസികൾ ഏറ്റവും മിനിമം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമുള്ളതല്ല. പക്ഷേ ഈ സർവേയുടെ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ചയാവുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അതിവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ ശശി തരൂർ അതിനെ എൻഡോസ് ചെയ്തതുകൊണ്ടാണ്. ശശി തരൂർ ഞാനാണ് ഏറ്റവും പോപ്പുലറായ ആൾ എന്നിതാ സർവേ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം റീട്വീറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ED മാത്യുവിന്റെ ട്വീറ്റ് അദ്ദേഹം റീട്വീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായും അതിനെ എൻഡോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ കളിയിലുണ്ട് കേട്ടോ എന്നുകൂടി പറയാനായിരിക്കുമല്ലോ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെ വന്ന് ഭവിക്കും? നോക്കൂ അഭിലാഷേ, ഒരു സർവേ നടത്തിയിട്ട് ആ സർവേയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ രസകരമായിരിക്കും. ഈ സർവേ അതിൻ്റെ സർവേയുടെ ഗൗരവത്തിൽ തന്നെ ഞാൻ എടുക്കുന്നു. അതവിടെ നിൽക്കട്ടെ, സർവേ നടത്തുന്നവരെ നമ്മളങ്ങനെ ചെറുതാക്കി കാണേണ്ട കാര്യമൊന്നുമില്ല. അതിൽ അവർ പറയുന്ന ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതായത് കേരളത്തിലെ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നുള്ളത്. ഇതിവർ കണ്ടെത്തുന്നതല്ലല്ലോ. ഗോകുമാർ സാറിനും എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് നിലമ്പൂർ വ്യക്തമാവുകയും ചെയ്തു. അപ്പം നമുക്കതൊരു പുതുമയില്ല. പക്ഷേ ഒരു സർവേയിലും അത് പറഞ്ഞു എന്നുള്ളത് ഒരു ഗൗരവമുള്ള കാര്യം.
മറ്റൊരു കൗതുകമുള്ള കാര്യമാണ്. കാരണം ശശി തരൂര് ഒരാൾ പറഞ്ഞ കാര്യം അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. സാധാരണ ഇതിൽ കേരളത്തിലെ ഒരു KPCCയുടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യമാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതൊരു കൗതുകത്തിന് ചർച്ചയായിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരൊക്കെ സാഹിത്യകാരനും എഴുത്തുകാരനൊക്കെയാണ്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സാഹിത്യ അക്കാദമി MP നാരായണപിള്ളയുടെ പരിണാമം എന്ന നോവലിന് ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ നാരായണപിള്ള അന്ന് സെക്രട്ടറി എന്ന പായിപ്ര രാധാകൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ അവാർഡിൻ്റെ തുക എനിക്ക് അയച്ചു തന്നാൽ മതി, അവാർഡ് വേണ്ട. അപ്പോൾ പായിപ്ര പറഞ്ഞത് പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത്, എടോ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത് 10,000 രൂപയാണ്, പക്ഷേ ഇതൊരു ചർച്ചയായി എനിക്ക് 1,00,000 രൂപയുടെ പബ്ലിസിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. ഏതാണ്ട് അതേപോലെയുള്ള ഒരു കാര്യമായിട്ട് എനിക്കിപ്പോൾ ഇതിൽ തോന്നുന്നുള്ളൂ. ശശി തരൂരിൻ്റെ ഈ വിഷയമൊന്നും കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം കോൺഗ്രസ് ഗൗരവമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പഴയ ശശി തരൂരിൻ്റെ ഒരു വർഷം മുമ്പുള്ള നിലപാടുകളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ശശി തരൂർ ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ യോജിക്കുകയാണ്. പക്ഷെ ഒരു 2 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. കേരളത്തിലെ കോൺഗ്രസിനെ തുടർ തോൽവികളിൽ നിന്ന് രക്ഷിക്കാൻ തരൂർ വേണമെന്ന് അഭിപ്രായപ്പെടുന്ന പല ആളുകൾ ഉണ്ടായി. ഞാൻ പേരൊന്നും പറയുന്നില്ല. UDF തന്നെ പ്രമുഖ ഘടക കക്ഷിയിലും അതിന് ടേക്കേഴ്സ് ഉണ്ടായി. ഇടയ്ക്ക് തരൂർ നടത്തിയ ഒരു മലബാർ പര്യടനമൊക്കെ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. അദ്ദേഹം എല്ലാ സംഘടനകളുടെയും മുഖ്യാതിഥിയാവുന്നു. മലബാറിലെ മുസ്ലിം സംഘടനകളുടെ NSSന്റെ ഒക്കെ മുഖ്യാതിഥിയാവുന്നു. അപ്പോൾ ഇനി തരൂരിന്റെ കാലം എന്ന മട്ടിൽ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടം മാറി, അല്ലെങ്കിൽ തരൂർ ആ ഒരു നറേറ്റീവിൽ നിന്ന് മാറുകയും UDF കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ പൊസിഷനിൽ എത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ തരൂരിനെ സംബന്ധിച്ച് ആ മോഹമില്ലാതിരിക്കില്ലല്ലോ, മനുഷ്യനല്ലേ? അല്ല, തരൂരിൻ്റെ മോഹം, തരൂര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞല്ലോ. അന്ന് കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ അതിന് ശേഷം നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾക്ക് ശേഷം അതാരും ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ ദേശീയ തലത്തിൽ AICCയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളെ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറാക്കി. പക്ഷേ ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ചിന്തിക്കുന്ന പോലെ നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ശശി തരൂരിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ വേവലാതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതൊരു ട്വീറ്റ് ചെയ്തുകൊണ്ട് അല്ലെ അദ്ദേഹം ഇതിങ്ങനെ ഒന്ന് പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും കോൺഗ്രസിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് ഇപ്പോൾ പറയാം കോൺഗ്രസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയാം. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ആലോചിച്ചറിയാം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 2-3 നേതാക്കളുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവൊന്നും ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. പിന്നെ ചർച്ചയാക്കുമ്പം ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നൊക്കെ ചിലർക്ക് താല്പര്യപ്പെടാം, ചിലർക്ക് സന്തോഷിക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ശൈലജ ടീച്ചറെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പിണറായി വിജയൻ അവിടെ പ്രശ്നമായി, CPMൽ പ്രശ്നമായി. ശൈലജ ടീച്ചർ ഇതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു അവർക്ക് പറയാം. അതിൽ ഇപ്പുറത്തെ ഈ മറ്റേ കോൺഗ്രസിനെതിരെ നിൽക്കുന്നവർക്കൊക്കെ പറയാം എന്താ ശശി തരൂർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയാം. പക്ഷേ കേരളത്തിലെ UDFനോ കോൺഗ്രസിനോ ഇതൊരു പ്രശ്നമാകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ശശി തരൂരിൻ്റെ 2 വർഷം മുമ്പുള്ള മുഖമല്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കയ്യിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു വലിയ സർവേ നടന്നത് അഭിലാഷിന് ഓർമ്മയുണ്ടല്ലോ. എന്താണ് ആ വലിയ സർവേ? കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അതിലെല്ലാ നേതാക്കളും ഏതാണ്ട് യുവജന നേതാക്കളടക്കം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ തുടങ്ങി. കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയല്ലോ. 1 ലക്ഷം 1.5 ലക്ഷം 1.25 ലക്ഷം. ഇതേപോലെ കോൺഗ്രസിന്റെ യുവനേതാക്കളും അല്ലാത്ത നേതാക്കളും 1 ലക്ഷത്തിന് മുകളിലുള്ള മാർജിനിൽ ജയിച്ചു. കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് 90 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. പക്ഷേ സംഭവിച്ചത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ വോട്ട് കുറഞ്ഞു. LDF 76 ലക്ഷത്തിൽ നിന്ന് 96 ലക്ഷത്തിലേക്ക് മെർജ് ചെയ്തു. ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ എക്സിറ്റ് പോൾ നടന്നു. ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമസഭ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബാറ്റിലാണ്. ഞാനതല്ല പറഞ്ഞേ അഭിലാഷ് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് കയറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല സർവേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം ശശി തരൂരിനുണ്ടോ? ഇത്തവണ ശശി തരൂർ 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചത്. ഇപ്പുറത്ത് 1 ലക്ഷം 1.5 ലക്ഷം അല്ലേ. 2021 തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്, 19 അല്ല. ക്ഷമിക്കണം 2021 ലോക്സഭാ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 24 ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റ് നേതാക്കൾക്ക് കാസർഗോഡ് ഉണ്ണിത്താൻ തൊട്ട് 1 ലക്ഷത്തിന് മേലെ എല്ലാവരുടെയും വോട്ടുകൾ, ശശി തരൂരിന് 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറയുന്ന ആൾക്ക് കിട്ടിയ ജനങ്ങളുടെ അംഗീകാരം അതൊരു സർവേ അല്ലേ.
അവർ സർവേ തലത്തിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിനെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സർവേ ഇവിടെ നിൽക്കട്ടെ, പക്ഷേ ഇത് രാഷ്ട്രീയ കക്ഷികൾക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമായി മാറി. അതിപ്പോൾ തീർച്ചയായിട്ടും അതിൽ CPM ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ KK ശൈലജയെ തഴഞ്ഞു എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തഴഞ്ഞു എന്നൊരു ചിന്ത വരുമ്പോൾ അവരെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, അവരെ 60,000 വോട്ട് മട്ടന്നൂർ ജയിച്ച ഒരു നേതാവിനെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാതിരിക്കാൻ ശ്രമിച്ചു, അവരുടെ അവാർഡ് നിരസിക്കാൻ ശ്രമിച്ചു, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ചയാക്കാൻ നല്ലതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ശശി തരൂരിനെ കുറിച്ചും പറയാം. പക്ഷേ ശശി തരൂർ ഇപ്പോൾ ശൈലജ ടീച്ചർ അത് ഷെയർ ചെയ്തില്ല. എന്താ കാരണം? അത് ആ പാർട്ടിയുടെ സ്വഭാവം. നേരെ മറിച്ച് ശശി തരൂർ ഷെയർ ചെയ്തു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി ഇലക്ഷനായപ്പോഴേ ഒരു സർവേ നടത്തി. അതിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ 28% പേര് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. സതീശൻ അത് ഷെയർ ചെയ്തില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുള്ളത് ഇങ്ങനൊന്നും ഷെയർ ചെയ്യില്ല. നേരെ മറിച്ച് ചർച്ചയാക്കാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യും. അപ്പം നമ്മൾ ചർച്ചയ്ക്ക് ഇപ്പം നാളെ ശശി തരൂർ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് വലിയ വിഷയമാക്കും. പക്ഷേ ഒരു കാര്യം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, ഈ വിഷയം ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം ഇല്ല. കോൺഗ്രസ് ഇത് മൈൻഡ് ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണം. ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഈ സർവേ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ സർവേയുടെ ക്രെഡിബിലിറ്റി ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 48% ആന്റി ഇൻകംബൻസി സ്ട്രോങ് ആണെന്ന് പറയുന്നത്, 34% പ്രോ ഇൻകംബൻസി ആണുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാർജിൻ അവിടെ ഉണ്ട്. പക്ഷേ കേരളം നമുക്കറിയാം, കേരളം പരമ്പരാഗതമായി തന്നെ ആന്റി ഇൻകംബൻസി ഉള്ള സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ തവണ അനിതര സാധാരണമായൊരു സ്ഥിതിവിശേഷം വന്നു, കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായി, അതിൽ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ മെഷേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, ഒരു പ്രോ ഇൻകംബൻറ്റ് വേവ് ഉണ്ടായി. പക്ഷേ കേരളത്തിൻ്റെ ഒരു ട്രഡീഷൻ അതല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ 48-34 എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ മൂന്നാമതൊരു പ്ലെയർ വന്നാൽ, ഇവിടെ നമുക്കറിയാം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 20% വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവർക്ക് കിട്ടാറില്ല. ഇവിടെ ഈ ആന്റി ഇൻകംബൻസി വോട്ടുകൾ ഡിവൈഡ് ചെയ്യാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ്. ആൻറ്റി ഇൻകംബൻസി വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPക്ക് പാർലമെൻറ്റ് കിട്ടുന്ന വോട്ട് അസംബ്ലിയിൽ കിട്ടില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ പുതിയ നേതൃത്വം വന്നു, പുതിയ ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് മെഷീനറി BJP പ്രവർത്തിക്കുന്നുണ്ട്. അവർ കേരളത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് അതനുസരിച്ചുള്ള പൊളിറ്റിക്കൽ മാനോവറിങ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 20%, 23 കിട്ടുമെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ സങ്കല്പിക്കുക, 16% കിട്ടിയെന്നിരിക്കട്ടെ, അത് വലിയൊരു എമൗണ്ടാണ്, വലിയൊരു ഫാക്ടറാണ്. ആ 16% ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് ആകുമ്പോൾ അത് ഭരിക്കുന്ന മുന്നണിക്ക് അത് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഞാനീ പറയുന്നത് CPM-ൽ നിന്ന് BJPക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നോ, BJPക്കാർ CPM-ന് വോട്ട് ഒന്നുമല്ല പറയുന്നത്. തനിച്ചു നിന്ന് അവരുടേതായൊരു പ്രസക്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടിനെ പിളർക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഡേറ്റ വന്നല്ലോ, അതൊന്ന് സ്പ്ലിറ്റായിട്ടൊന്ന് നോക്കിയാലോ. അവിടെയാണ് ഈ 12% മാർജിൻ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ആ 12% മാർജിൻ പൊടുന്നനവയെ താഴോട്ട് വന്ന് ഉദാഹരണമായിട്ട് 7-5 എന്നുള്ള നിലയിലാണ് വരുന്നെങ്കിൽ പക്ഷേ ഒരു ക്ലോസ് ഫൈറ്റായിട്ട് മാറും. അതാണ് വരുന്നത്. ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കണമെങ്കിൽ BJP വളരെ ശുഷ്കമായ പെർഫോമൻസ് നടത്തിയാലേ വരുള്ളൂ. അതല്ലാതെ BJP കൂടുതൽ വോട്ട് പിടിക്കണമെങ്കിൽ അതിൻ്റെ സിമ്പിൾ കോമൺ സെൻസ്, ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ്, BJP ഈസ് ഗ്രോയിങ്, BJP വളരുകയാണെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അതിൻ്റെ ഒരു പങ്ക് അവർ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് 2016-ലെ 15%, 16% അല്ല, ഇനി അത് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി പിളരും. അതിൻ്റെ ഒരു കോൺസിക്വൻസ് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ഓർക്കുന്നത് 82-ലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ, അന്ന് ബൈപ്പോളറാണ്, UDF LDF തമ്മിലുള്ള വ്യത്യാസം 1% ഒരു ഭരണമുന്നണി വന്നു. അതൊക്കെ കേരളത്തിൽ സംഭവിക്കും. പക്ഷേ ട്രൈപോളർ ആകുമ്പോൾ കളി മാറും. അതാണ് അത് പരമ്പരാഗതമായി തന്നെ ഇന്ത്യൻ സെഫോളജി നമുക്കറിയാം. ഇങ്ങോട്ട് ഉള്ള ഘട്ടങ്ങളിൽ ഇതേ മട്ടിൽ തന്നെയാണ്. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വീക്ക് ആവുകയാണെങ്കിൽ അവിടെ ഇൻകംബന്റ് പാർട്ടി ജയിക്കും എന്നുള്ളതാണ് നമ്മൾ എല്ലാ ഇന്ത്യൻ ഇലക്ഷൻസിലും കണ്ടിട്ടുള്ളത്. യൂറോപ്പിലോ അതല്ലെങ്കിൽ അമേരിക്കയിലോ ഉള്ളതുപോലുള്ള സ്വിംഗ് തിയറി അല്ല ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ശ്രീ പ്രേംകുമാർ, ആന്റി ഇൻകംബൻസി വോട്ടുകൾ സ്പ്ലിറ്റായി പോവാം എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു ശുഭസൂചനയാണ്. അങ്ങനെ സംഭവിച്ചാൽ, അതായത് പുതിയ BJP കൂടുതലായി വോട്ട് പിടിച്ചാൽ എന്നുള്ള ഒരു സെനാരിയോ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഭരണമുന്നണിയിൽ ക്യാപ്റ്റന്റെ പ്രകടനം തന്നെ വീക്കാണ് എന്നാണ് ഈ ഡേറ്റ പറയുന്നത്.
ഇപ്പോൾ ഈ ഡേറ്റ ഇനി അങ്ങോട്ട് മാറ്റിവെച്ചാലും നമ്മൾ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ എടുക്കാം. LDFന്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ, പാലക്കാട് LDFന്റെ സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി എത്ര മടങ്ങായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്നറിയാം. അതേസമയം ചേലക്കരയിൽ മുൻ ഭൂരിപക്ഷത്തെക്കാൾ വളരെ കുറഞ്ഞ ഒരു മടങ്ങുമല്ല, അതിൽ കൂടുതൽ വലിയ ഭൂരിപക്ഷം കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പുതുപ്പള്ളി അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്താൽ ഈ ഒരു ട്രെൻഡ് കാണാവുന്നതാണ്. എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഒരു പോൾ പൊസിഷനിൽ നിൽക്കുകയുമാണ്. ഇനിയിപ്പോൾ നിഷ്പക്ഷരെ ആകർഷിക്കാൻ ശശി തരൂരിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുവരിക എന്നുള്ള അത്തരത്തിലുള്ള ആലോചനകൾ പോലും അപ്രസക്തമാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പാരമ്പര്യവും പശ്ചാത്തലവും എന്നുള്ളത് നമ്മൾ ഈ സർവേ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഡേറ്റയും എടുത്തില്ലെങ്കിലും അവിടെ ഉണ്ടല്ലോ. അങ്ങനെയല്ല, ഞാൻ അഭിലാഷ് പറഞ്ഞതിനോട് തീർത്തും വിയോജിക്കുന്നു. ഈ തട്ടിപ്പ് സർവേയുടെ ഡാറ്റ വെച്ചിട്ടാണെങ്കിൽ പോലും കേരളത്തിൽ നിലവിൽ ഒരു ആന്റി ഇൻകംബൻസി ട്രെൻഡ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബൈ ഇലക്ഷനിലും CPMന്റെ LDFന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ചേലക്കര റീറ്റെയിൻ ചെയ്യാണ്, നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നിലമ്പൂർ എന്നുള്ളത് ട്രഡീഷണലായിട്ട് UDFന്റെ കോട്ടയാണ്, UDFന്റെ മണ്ഡലമാണ്. 2 തവണ LDF പ്ലസ് ഒരു സ്വതന്ത്രൻ എന്നുള്ള രീതിയിൽ LDFന്റെ കയ്യിലേക്ക് വന്നതാണ്. അവിടെ LDFന്റെ കയ്യിലുണ്ടായിരുന്ന വോട്ട് അങ്ങനെ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നു. PV അൻവറിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് അയാളുടെ കയ്യിലാവുന്നു. UDF കാൻഡിഡേറ്റ് ജയിക്കുന്നു. ഇപ്പോഴും LDF കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ടും PV അൻവറിന് കിട്ടിയ വോട്ടും കൂടെ കൂട്ടിയാൽ അത് UDF കാൻഡിഡേറ്റിന് കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നിലവിൽ സാധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 5 വർഷം മാക്സിമം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് 10ാമത്തെ വർഷം ഇലക്ഷൻ നടക്കുമ്പോൾ പോലും ഒരു സീറ്റ് പോലും അധികമാക്കാൻ, അതായത് ആക്ച്വലി UDFന്റെ അല്ലാത്ത ഒരു സീറ്റ് പോലും ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു കാര്യമാണ്. ഇനി അല്ല, നിലമ്പൂർ എന്നുള്ളത് ട്രഡീഷണലി UDF ബാസ്റ്റിൻ ആണ്, യാതൊരു പുനർനിർണയത്തിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ 2 തവണയും LDF ആണ് ജയിച്ചത്. 2014, 2021 ജയിച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് UDF ജയിച്ചിരിക്കുന്നത്. അപ്പോൾ UDFന്റെ നമ്പർ 2021 നിന്ന് 1 കൂടുകയും LDFന്റെ നമ്പർ 1 കുറയുകയും ചെയ്തു. ശരിയാണ്. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ CPMന് ഉണ്ടായിരുന്ന LDFന് ഉണ്ടായിരുന്ന വോട്ട് അങ്ങനെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. കാരണം ഇത് 9ാമത്തെ വർഷം 10ാമത്തെ വർഷം നടക്കുന്ന ഇലക്ഷനാണ്. ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല റിസൾട്ട് വേണ്ടത്, ഇതിനേക്കാൾ ഭീകരമാവേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിലമ്പൂർ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പകരം UDFന്റെ ഷൗക്കത്ത് ജയിച്ചു എന്നുള്ളത് ഫാക്ട് തന്നെയാണ്. പിന്നെ നോക്കൂ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കൂ, MA ബേബി ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആവും എന്ന് പറയുന്ന 4% ആളുകളുണ്ട് അത്രേ. AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും എന്ന് പറയുന്ന 4% ആളുകളുണ്ട് അത്രേ. എന്ത് കോമൺ സെൻസ് ഇല്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം റിലേറ്റീവ്ലി കൃത്യമാണ് കേട്ടോ. അതായത് തരൂരിന് 28% എന്നുള്ള സാധനം പ്ലേസ് ചെയ്തിട്ട് ഇവരെ കൺഫ്യൂഷൻ ആക്കിയതിന് ശേഷം 28% തരൂർ എന്ന് പറയുമ്പോൾ പോലും 27% ആളുകൾ, അതായത് UDFന് വോട്ട് ചെയ്യാൻ വിചാരിക്കുന്നതിൽ 28% ആളുകൾ തരൂരിനെ സജസ്റ്റ് ചെയ്യുന്നതാണ്. 27% ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. VD സതീശന് 15%, രമേശ് ചെന്നിത്തലയ്ക്ക് 8%, K മുരളീധരൻ 6%. UDF ക്യാമ്പിലുള്ള സാധനങ്ങൾ ഒരുവിധം ലോജിക്കലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ കണക്ക് നോക്കൂ നിങ്ങൾ, KK ശൈലജ എന്നുള്ള ഒരു ഫിഗർ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ അപ്പുറത്ത് പറയുന്നത് MV ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടത്രേ, MA ബേബി ആവണമെന്ന് പറയുന്ന ആളുണ്ടത്രേ, ലോക്സഭയിലുള്ള K രാധാകൃഷ്ണൻ ആവണമെന്ന് പറയുന്ന ആളുകളുണ്ടത്രേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വളരെ വളരെ ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സാധനമാണ്. UDF ക്യാമ്പിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ്. ഇതുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പ് മാതൃഭൂമിയിൽ അഭിലാഷ് കൂടെ ഞാൻ UDFന്റെ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പറ്റി ചർച്ച നടത്തിയ അന്ന് ഉയർന്നു വന്നിരുന്ന ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അന്ന് ലീഗിന്റെ ഷാഫി ചാലിയും പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയാലും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പം 2ാമത്തെ വട്ടം പിന്നെയും ശശി തരൂരിന്റെ കഥ പറയുന്നത്. പഴയ കാലത്ത് കോൺഗ്രസിന്റെ ആളുകൾ വാർഡ് മെമ്പർമാരൊക്കെ ആവാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും DCC പ്രസിഡന്റ് കത്തെഴുതിക്കുമായിരുന്നു. അതേ സംഗതിയുടെ ഒരു ടെക്നോളജിക്കലി റിഫൈൻഡ് വേർഷനാണ് ഈ ട്വീറ്റ് ഷെയർ ചെയ്യുന്നതിലൂടെ ശശി തരൂർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സഹയാത്രികനായ ആൾ പറയാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശശി തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസ് കാര്യമായിട്ട് കാണുന്നില്ല എന്ന്. വല്ലാത്തൊരു പാർട്ടി തന്നെയാണിത്. അതെ, ആ പാർട്ടിയുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ. അദ്ദേഹമാണ് പറയുന്നത് ഇലക്ഷൻ എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത്. അവിടെ ക്യാപ്റ്റനും മേജറും സോൾജിയറും ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നതിനിടയിൽ ഇതാ അടുത്തൊരാളും കൂടെ വന്നിരിക്കുകയാണ്. അവിടുത്തെ കൺഫ്യൂഷൻ കൂടുന്നു എന്നല്ലാതെ LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. അഭിലാഷ് പറഞ്ഞതുപോലെ 5-8 ടീമുകൾ ഇപ്പൊ ഗ്രൗണ്ടിലുണ്ടെന്നേ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ശരി, അല്ല സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കറിയാം, പേഴ്സണലായി തന്നെ അറിയാം. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് കാണേണ്ട ഒരു കാര്യം, പക്ഷേ UDF-ൽ അതിന് അത്ര വലിയ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം തുടർ ഇലക്ഷൻ വിജയങ്ങൾക്ക് ശേഷം UDF വളരെ കോൺഫിഡൻ്റ് ആണ്, അവരുടെ റാങ്ക് ആൻഡ് ഫയൽ വളരെ സജ്ജമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, തരൂരിൻ്റെ പഴയ പോപ്പുലാരിറ്റി ഇല്ല. അതിന് ശ്രീകുമാർ പറഞ്ഞ തിരുവനന്തപുരത്തെ ക്ലോസ് ഫൈറ്റിൽ അദ്ദേഹം ചെറിയ വോട്ടിനാണ് ജയിച്ചത് എന്ന കാര്യം അല്ല ഞാൻ ആധാരമാക്കുന്നത്. അതിനപ്പുറത്ത് തരൂരിന് പഴയ പോപ്പുലാരിറ്റി ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് കോർ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോർ വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ വലിയ അപ്പീലില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിക്ക് മിക്കവാറും ഘടകവിരുദ്ധമായിട്ടാണ്. പലപ്പോഴും അത് പ്രോ BJP ആയി വരാറുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ചില സമയത്ത് നരേന്ദ്രമോദിയുടെ PR ഏജൻസിയെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇസ്രായേൽ എംബസി നടത്തിയിട്ടുള്ള വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം തുടങ്ങിയിട്ടില്ല. ഇനി ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ തുടങ്ങുമായിരിക്കും. അപ്പോൾ ആ നിലയിൽ നിൽക്കുമ്പോൾ 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന തരൂരിന്റെ പോപ്പുലാരിറ്റി ഇപ്പോൾ തരൂരിനില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മറ്റു നേതാക്കൾക്കും സതീശൻ നല്ല പോപ്പുലറായി നിൽക്കുന്ന സമയവുമാണ്. അപ്പൊ പിന്നെ കോൺഗ്രസ് എന്നാ പിന്നെ തരൂരിനെ ആക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ? ശ്രീ അഭിലാഷ്, ഈ തരൂരിന്റെ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതേക്കുറിച്ചൊരു വ്യക്തത നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഇവിടെ UDF-ന്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ പിന്തുണക്കാരല്ല തരൂരിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ 28 ഒരു ആർഗ്യുമെന്റിന് വേണ്ടി തരൂരിന് ലഭിച്ചു എന്ന് പറയുന്ന 28.3% ജനകീയ പിന്തുണയെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്തെടുക്കുക, ഒന്ന് ഡിസൈഫർ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു നല്ല ഭാഗം ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതിനുള്ളിൽ BJP മൈൻഡഡ് ആളുകളുണ്ടാവാം, കോൺഗ്രസ് മൈൻഡഡ് ആളുകളുണ്ടാകാം, UDF മൈൻഡഡ് ആളുകളുണ്ടാകാം, കോൺഗ്രസ്സുകാരല്ലത്. അപ്പോൾ കോൺഗ്രസിനകത്ത് തരൂരിന് കാര്യമായ പിന്തുണയില്ല. കേരളത്തിനുള്ളിലും ദേശീയ തലത്തിലും പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ തരൂരില്ല. ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു UDF മുഖ്യമന്ത്രിയായി ഡോക്ടർ തരൂരിനെ ഒരിക്കലും സങ്കല്പിക്കാനാവില്ല. അത് മറ്റെല്ലാവരെക്കാളും നമ്മളെക്കാളെല്ലാം നന്നായി അറിയാവുന്നത് ഡോക്ടർ തരൂരിന് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകുക എന്നതൊന്നും അല്ല തരൂരിൻ്റെ ഒരു ഉദ്ദേശം. ഇവിടെ വന്നിരിക്കുന്ന ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം വളരെ ആഴത്തിൽ ഒന്നുകൂടെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം BJPക്ക് കേരളത്തിൽ വികസന വോട്ടുണ്ട്, അത് 23% എന്ന് ഈ സർവേ പറയുന്നു. BJPക്കുള്ള പിന്തുണയായിട്ടല്ല, വികസനം. ഏത് കക്ഷിയാണ് അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് വികസനത്തിന് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ UDF-ന് 1-ാം സ്ഥാനം 38%വുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ LDF വളരെ പിന്നിലാണ്. LDF-ന് 27% പിന്തുണ. അതേസമയം അതിന് തൊട്ട് താഴെ 23% പിന്തുണ സംസ്ഥാന തലത്തിൽ, അത് കേന്ദ്ര തലത്തിലല്ല എന്ന് ഓർക്കണം, സംസ്ഥാന തലത്തിൽ BJPക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോൾ അത് BJPക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല എന്ന് ഓർക്കണം. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതുപോലെ ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP ഉയർത്തിക്കാട്ടാം. കാരണം BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് BJPക്കാർ പോലും ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നില്ല. അതേസമയം UDF-ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഉണ്ടായാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി UDF-ന് ലഭിക്കാവുന്ന ഒരു മേൽക്കൈ നശിപ്പിക്കും. എന്നാൽ LDF-ന് കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്നില്ല. പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും LDF മുന്നോട്ട് പോകാൻ സാധ്യത. അവിടെ KK ശൈലജ എന്നത് ഒരു റാങ്ക് ഔട്ട്സൈഡറാണ് ഇപ്പോഴത്തെ നിലയിൽ. അത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ശ്രീ പ്രേംകുമാർ പറയുന്നത് പോലെ ഒരു അജണ്ട ഞാനും കാണുന്നുണ്ട്. KK ശൈലജയുടെ പേര് കൊണ്ടുവരുന്നതിനുള്ളിൽ അജണ്ട കാണുന്നുണ്ട്. തരൂരിന് 28% എന്ന് പറയുന്നതിന് പിന്നിൽ അതിനെ നമ്മൾ ഡിഫൈഫർ ചെയ്യുമ്പോൾ അതിന് BJP സ്പേസും കൂടെ വരും. അപ്പോൾ തരൂർ എല്ലാവരുടെയും ചോയ്സ് ആവുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ചോയ്സ് ആകുന്ന ഒരാൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്നൊരു പ്രതീതി ജനിച്ചാൽ UDF-ന് മനസ്സില്ല, മനസ്സോടുകൂടി തരൂരിൻ്റെ ചില ക്ലെയിംസ് എങ്കിലും, മുഖ്യമന്ത്രി സ്ഥാനമൊന്നുമല്ല, മറ്റ് ചില ക്ലെയിംസ് എങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അതിലൊന്നും സംതൃപ്തനാകുന്ന ആളാണ് തരൂർ എന്നത് നമുക്ക് വിശ്വസിക്കാനാവുന്ന കാര്യമല്ല. ഒരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനാവില്ല. ഒരു കോൺഗ്രസ് പരിഗണിക്കില്ല, UDF പരിഗണിക്കില്ല, കേന്ദ്രം പരിഗണിക്കില്ല. പിന്നെ വേണ്ടത് ഒരു പക്ഷേ ഇത്രയും പിന്തുണ ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് ഈ ഐശ്വര്യത്തെ പിൻകാലുകൊണ്ട് തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് ഞാനിതാ സ്വതന്ത്രമായൊരു നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരൂരിന് വേണമെങ്കിൽ മറ്റൊരു നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ശേഷിച്ച 4 വർഷം ഓണമാക്കി മാറ്റാൻ കഴിയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അവിടെ ശ്രീകുമാർ അദ്ദേഹത്തിന്റെ പഴയൊരു ട്വീറ്റ് ഓർമ്മയുണ്ടല്ലോ. പഴയതെന്ന് പറഞ്ഞാൽ സമീപകാലത്തെ പഹൽഗാമിന് ശേഷമുള്ള തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള തരൂരാണ്. അദ്ദേഹം പറയുന്നു ആകാശം ആരുടേതുമല്ല, ചിറക് എൻ്റേതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്.
അപ്പോൾ തരൂര് മുഖ്യമന്ത്രിയൊന്നും ആയില്ലെങ്കിലും തരൂർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു സ്പോയിലറായി മാറാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണല്ലോ. അദ്ദേഹത്തിന് ഈ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലൊക്കെ കുറച്ച് സ്വാധീനമുണ്ട്. കോൺഗ്രസിന്റെ ട്രഡീഷണൽ വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ തരൂരിന് അത്ര സ്വാധീനം ഉണ്ടാവില്ല എങ്കിൽ പോലും. അപ്പോൾ സ്പോയിലർ ആവാതെ നോക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമല്ലേ? നോക്കൂ അഭിലാഷേ, നമ്മൾ ശശി തരൂരിനെ നമ്മൾ ആ രീതിയിൽ കാണുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് കോൺഗ്രസ് അത് തർക്കിക്കാനും പോകുന്നില്ല. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ MP ഒരു തരത്തിലുള്ള ഈ മുന്നണിയെ ഛിന്ന ഭിന്നമാക്കുന്ന ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് നേരത്തെ തന്നെ ഒരുപക്ഷെ പോകുമായിരിക്കും. അതല്ലാതൊന്നും സംഭവിക്കില്ല. ഇവിടെ ശശി തരൂരിനോടുള്ള രാഷ്ട്രീയമായ എതിർപ്പല്ലേ? കാരണം അദ്ദേഹം കേരളത്തിൽ പിണറായി വിജയൻ്റെ വികസനത്തെ എതിർക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷക്കാർക്കും അദ്ദേഹം വളരെ ദൈവതുല്യൻ. അവിടെ അദ്ദേഹം BJPയുടെ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നു. അപ്പോൾ BJPയെ താല്പര്യമുള്ളവർക്ക് അവിടെ ദൈവതുല്യൻ. നേരെ മറിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാട് അംഗീകരിക്കണം. അത് നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അതായത് ഒരു കുടുംബാധിപത്യം. അതുതന്നെ രാഹുൽ ഗാന്ധി പറയുന്നതും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നതൊക്കെ കേൾക്കണം. ഇപ്പോൾ കുടുംബാധിപത്യം എന്ന് പറഞ്ഞിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയാണല്ലോ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലുള്ള ഒരാളെ ഇത്തരത്തിലൊന്ന് ഷെയർ ചെയ്തത്, അത് ഞാൻ പറഞ്ഞില്ലേ, കൗതുകകരമായ ചർച്ചയാക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസിൻ്റെ KPCC നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാക്കൾക്കോ ഒരു സംശയമില്ല. പക്ഷേ സംശയം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഈ ചർച്ചയിൽ ഇപ്പം അഭിലാഷിന് മനസ്സിലായി കാണും. എവിടെയോ കൊണ്ടിട്ടുണ്ട് ആ സർവേ, അത് മനസ്സിലായല്ലോ. ആ സർവേയിലെ ചില നിഗമനങ്ങൾ ആർക്കൊക്കെയോ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് നമുക്ക് വേണേൽ കാണാം. കാരണം ഒരു വിഭാഗത്തിനിടയിൽ അയ്യോ ഇന്നയാളെ മാറിയിട്ട് ഇന്നയാൾ വരുമോ, നമ്മളീ വാഴ്ത്തുപാട്ടൊക്കെ പാടിയത് വെറുതെ ആവുമോ എന്നൊക്കെ ഒരു ചിന്ത ഒരു പക്ഷേ വന്നിരിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനുള്ള നിലപാട് ഒരു വർഷമായിട്ട് വ്യക്തമായി. അങ്ങനെ വ്യക്തമായ നിലപാട് ഇപ്പോൾ നിലമ്പൂരിലത്തെ കാര്യം എന്തൊരു ആ ദിവസം വന്നിട്ട് അദ്ദേഹം നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ KK രമയുടെ വീട്ടിൽ പോയ പോലെയാകും എന്നൊക്കെ പറഞ്ഞില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്, എന്നെ ക്ഷണിച്ചില്ല, വലിയ ചർച്ചയായി. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം എന്ന് ഇന്ന് പറയുന്നുണ്ടല്ലോ ഇടത് നിരീക്ഷകൻ. അപ്പോൾ അന്ന് തോന്നിയില്ലേ പരമ്പരാഗത UDF മണ്ഡലം എന്ന്? അപ്പോൾ അന്നെന്നാൽ BJPക്ക് മത്സരിക്കേണ്ടതെന്ന് തോന്നി. എന്നാൽ പിന്നെ ഇത് കോൺഗ്രസ് അങ്ങ് വിട്ടുകൊടുത്തേക്കാവുന്ന എന്തുകൊണ്ടാണ് CPM-ന് തോന്നാതിരുന്നത്? ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്, ഞങ്ങളുടെ ചതിച്ചാളാണ്, രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരേക്കുള്ള പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച് തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസ് മണ്ഡലമാണെന്നോ? അപ്പോൾ കോൺഗ്രസ് ജയിക്കുന്ന എല്ലാ മണ്ഡലവും കോൺഗ്രസ് തന്നെ, പിന്നെ എന്തിനാ ഈ CPM-കാരനെ മത്സരിക്കാൻ പോകുന്നത്? ഇതൊക്കെ ഇങ്ങനത്തെ ഒരു തരം വിലയിരുത്തലുകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് പ്രേമ, അവസാനിപ്പിക്കണം. നിങ്ങൾ യാഥാർത്ഥ്യം അംഗീകരിക്കും. നിങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യം അംഗീകരിക്കില്ല, അതാ പ്രശ്നം. കോട്ടയത്ത് സംഭവിച്ച പോലെ. പക്ഷേ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശശി തരൂരിനെ ഞാൻ ഒരിക്കലും ആ രീതിയിൽ കാണില്ല. അദ്ദേഹം കോൺഗ്രസ്സിന് വഴങ്ങി പ്രവർത്തിക്കേണ്ട ഒരു അവസരം, ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുക്കും. ഈ ആദ്യം മുഖ്യമന്ത്രിയാകുമെന്ന് നമ്മളൊക്കെ പറഞ്ഞ ശശി തരൂര് അദ്ദേഹം സ്വയമല്ലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രഭ കെടുത്തിയത്, അല്ലാണ്ട് കോൺഗ്രസ്സുകാരല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇപ്പം MK രാഘവേട്ടൻ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇപ്പം മുസ്ലിം ലീഗുകാർ പോയിരുന്നു. ഇന്നെന്താ അവരാരും ഇല്ലല്ലോ, അതെന്താ കാണാത്തത്? അപ്പോൾ ശ്രീ മോഹൻ വർഗീസിയോട് പറയുന്നത് ശശി തരൂരിനെ എന്തോ ഒരു വലിയ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ KPCC നേതാക്കൾ എന്തിനാ? ഇവിടെ UDF അല്ലേ സാർ കഴിഞ്ഞ 4-5 ഉപതെരഞ്ഞെടുപ്പുകൾ ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടത്? അത് മനസ്സിലായില്ലേ? കേരളത്തിലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, BJPക്ക് ഇപ്പോൾ അവർ പറയുന്നുണ്ട് 7 സീറ്റ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അസംബ്ലി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 MLA-മാരൊക്കെ കിട്ടുമോ? നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. കേരളത്തിലെ UDF-ഉം LDF-ഉമേ ഉള്ളൂ. BJPക്ക് എല്ലായിടത്തും മത്സരിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, അവർക്കിനി അവരുടെ ഇത് കുറയുകയുള്ളൂ. കാരണം അവരുടെ പുതിയ നേതൃത്വത്തോടെ അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ അറിയാമല്ലോ പല കാര്യങ്ങളിലും. അപ്പോൾ BJP എന്ന് പറയുന്നത് അവരുടെ മൂന്നാം ഒരു ത്രികോണ മത്സരത്തിന് അവർ മത്സരം ഒരുക്കുന്നല്ലാണ്ട് UDF-ൻ്റെ വോട്ട് ഈ 48% എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ അഭിലാഷേ? അത് ഞാനത് ട്രെൻഡായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം ചിന്തിക്കുന്ന, ഇന്നലെയോ അല്ലെങ്കിൽ മിനിങ്ങാന്നോ അല്ലെ 4-ാം നാളോ ഈ സർവേ എടുക്കുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഇനി മാറാൻ പറ്റില്ല. കാരണം 8 മാസമേ ഉള്ളൂ. ഈ 8 മാസത്തിലേക്കുള്ളതൊക്കെ കൂടുതൽ ഈ സർവേ വീണ്ടും നടത്തിയാൽ UDF-ന് അനുകൂലമായ കുറേ കാര്യങ്ങൾ ഇപ്പം തന്നെ CPM കൊടുക്കുന്നുണ്ടല്ലോ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊരു ചർച്ചാ വിഷയമാകുന്നില്ല. ശശി തരൂർ കോൺഗ്രസിൻ്റെ ഇപ്പോഴും കോൺഗ്രസിലുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാടുകളോട് യോജിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ
എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉള്ളത്, യാതൊരു തർക്കവും വേണ്ട ശരി കാര്യത്തിൽ. ശരി. അവിടെ ഡോക്ടർ ഗോപകുമാർ, ശശി തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് കോൺഗ്രസിലെ തന്നെ യുവ നേതാക്കൾ പലരും അദ്ദേഹത്തെ പിന്തുണച്ചു. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത നേതാക്കളുണ്ട്. എന്ന് മാത്രമല്ല, ശശി തരൂരിന് വേണ്ടി ലോബി ചെയ്തിരുന്ന കോൺഗ്രസ് നേതാക്കൾ, യുവാക്കളും അല്ലാത്തവരുമായ നേതാക്കളുണ്ട്, പ്രൊഫഷണൽ കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷേ അവരാരും ഇന്ന് തരൂരിന്റെ കൂടെയില്ല. ഞാൻ ഒരു വളരെ സ്ട്രോങ് ആയ തരൂർ സപ്പോർട്ടോട് ഇന്ന് സംസാരിച്ചു. ചർച്ചയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം കൈയൊഴിയുകയാണ് ചെയ്തത്. തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് വേണമെങ്കിൽ ഒരു സന്നിഗ്ധ സാഹചര്യത്തിൽ CM ഫേസായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ തരൂരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അദ്ദേഹം കളഞ്ഞുകുളിച്ചു എന്ന് പറയേണ്ടി വരുമോ? ഈ സർവേയുടെ ഡാറ്റ അദ്ദേഹം എൻഡോർസ് ചെയ്തതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു ഗുണമോ മാറ്റമോ ഉണ്ടോ? അദ്ദേഹം എൻഡോഴ്സ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ തരൂറിൻ്റെ ഇമേജ് ഇടിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം 2021 കോൺഗ്രസ് നേതൃത്വം തകർന്ന തെരഞ്ഞെടുപ്പ് വിധി വന്ന സാഹചര്യത്തിൽ പൊതുവിൽ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ടായ വികാരം തരൂറിനെ പോലെ ഒരാളെ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ ഇനി കോൺഗ്രസ്സിന് ഭാവിയുള്ളൂ എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ടായ പല വികാസങ്ങൾ ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ തരൂരിനെടുത്ത ദേശീയപരമായി എടുത്ത നിലപാടുകൾക്ക് കോൺഗ്രസ് അണികൾക്ക് ദേശീയ തലത്തിലും താഴെ തട്ടിലും എതിർപ്പുണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ചുരുക്കത്തിൽ തരൂറിനെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവില്ല. കേരളത്തിൽ അതൊട്ടും തയ്യാറാവില്ല. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിനുള്ള കഴിവും ഖ്യാതിയും ജനകീയതയും എല്ലാം നമ്മളത് ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷേ കോൺഗ്രസ് അണികളുടെ ഇടയിലില്ല. അതാണ് ആ വ്യത്യാസം ഒരു വശത്ത് നിൽക്കുന്നു. 2, ഇദ്ദേഹം BJPയിലേക്ക് പോകുമോ അതോ BJP കൊടുക്കുന്ന എന്തെങ്കിലും പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുമോ? രണ്ടാമത് പറഞ്ഞതിനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അങ്ങനെ വന്ന അദ്ദേഹം വിദേശ രംഗത്ത് കൂടുതൽ ശോഭിക്കുന്ന രീതിയിൽ ഒരു ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ടോ അതിലെ അമേരിക്കയിലൊരു അംബാസഡറായി, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നൊരു മേഖല വിദേശ രംഗമാണ്, കേരള രാഷ്ട്രീയമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് ഒരു കുഴച്ചിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കാമെന്നല്ലാതെ അൾട്ടിമേറ്റ്ലി തരൂർ ഈ കഴിഞ്ഞ കുറച്ച് നാളായി എടുത്ത നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മോറൽ സപ്പോർട്ട് കേരളത്തിൽ KPCCയിലുമില്ല, പ്രവർത്തകരുടെ ഇടയിലുമില്ല. ജനങ്ങളുടെ ഇടയിൽ വ്യത്യാസം ഞാനത് തർക്കിക്കുന്നില്ല. കാരണം ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയക്കാരല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ബേസ് ഉണ്ട്. അത് ചില വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്തർദേശീയപരമായ വിജ്ഞാനത്തെയും മറ്റും നന്നായി പരിഗണിക്കുന്നു. അദ്ദേഹം മറ്റൊരു അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് ബൈ ട്രെയിനിങ്. 24 വയസ്സിൽ അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നോളജിനെയൊക്കെ ബഹുമാനിക്കുന്നു. ഞാൻ പറയുന്നത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വരല്, എന്തെങ്കിലും കാരണവശാൽ വന്നാൽ പരാജയപ്പെടും. ശരി. ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു പ്രധാനപ്പെട്ട LDFന്റെ സംഗതി അല്ലെങ്കിൽ ഫാക്ടറായി വന്നത് ക്യാപ്റ്റൻ എന്നുള്ളതാണ്. ക്യാപ്റ്റൻ എന്നുള്ള കോയിനേജ് മുതൽ അങ്ങോട്ട് വലിയ ഗുണകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കി. പക്ഷേ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ EP ജയരാജനും തോമസ് ഐസക്കും അടക്കം 2 ടേം നിബന്ധന നിർബന്ധമാക്കിയതോടുകൂടി മാറി. അതേ നിബന്ധന തുടരുകയാണെങ്കിൽ പിണറായി വിജയനും KK ശൈലജയും അടക്കമുള്ള ആളുകളും മാറണം. 2 ടേമായി തുടർച്ചയായി മത്സരിച്ച ആളുകൾ മത്സരിക്കാതിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആര് എന്നൊക്കെയുള്ളത് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമായിരിക്കും. പക്ഷേ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുക, ഫേസ് ഉണ്ടാവുക, ഇപ്പോൾ എല്ലാം ഈ തരത്തിൽ ഇത് ബൈപ്പോളർ ആയിട്ടുള്ള ഇലക്ഷനൊന്നും അല്ല എങ്കിൽ പോലും മുഖത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആരായിരിക്കും മുഖം? ഒരു നേതൃമുഖത്തെ തീരുമാനിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം 2026 LDFന് ഉണ്ട് എന്ന് സമ്മതിക്കുമോ? അത് ആരായാലും അല്ല, LDFന് എന്നുള്ളത് മാത്രമല്ല, ഈ മാറിയ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ എസ്പെഷ്യലി, അതായത് കേരളത്തിൽ മുമ്പൊക്കെ LDFന്റെയും UDFന്റെയും കോട്ട് എന്താ പറയുക കണക്കിൽപ്പെട്ട കുറച്ച് വോട്ടും അതിനിടയിൽ ഒരു 5% ഒക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നത്. ഇപ്പൊ ആ മാറുന്ന വോട്ടുകളുടെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ബ്ലൈൻഡ് പൊളിറ്റിക്കൽ അഫിലിയേഷനേക്കാൾ കൂടുതൽ പാർട്ടികളും മുന്നണികളും സ്വീകരിക്കുന്ന നിലപാടുകൾ, ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്, ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ താഴ്ന്ന എന്താ പറയുക അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ആളുകളോടുള്ള നിലപാടിൻ്റെ കേസിൽ, പിന്നെ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെയും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിൻ്റെയും ഒക്കെ പല പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
പഴയതുപോലെ ആളുകൾക്ക് പറയാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റാതിരിക്കുന്നത്. ആ ഒരു സാധനമാണ് ശശി തരൂരിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന പോലെയൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സ്ട്രോങ് ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. LDF-നായിരുന്നാലും UDF-നായിരുന്നാലും. മോഹൻ വർഗീസൻ ഇവിടെ പറഞ്ഞതുപോലെ UDF-നെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഒരാളെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, VD സതീശനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വെട്ടാൻ, ഞാൻ പറഞ്ഞാൽ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞതാണ്, 3-4 ആളുകൾ അപ്പുറത്തുണ്ട്. അതുകൊണ്ട് ഒരാളെയും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആകെ പറയാൻ പറ്റുന്നത് UDF-നെ നിങ്ങൾ എലക്ട് ചെയ്യൂ, എന്താ പറയുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പിന്നെ ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഒരു സ്ട്രോങ് CM കാൻഡിഡേറ്റ് എന്നുള്ളത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് വോട്ടേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ള കാര്യം ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ അടുത്തെത്തുമ്പോഴേക്കും അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയും. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വാർത്തകളും സാധനങ്ങളൊക്കെ കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തീരുമാനം പറയേണ്ട ആൾ ഞാനല്ല എന്ന് മാത്രം ആ ഒരു സാധ്യത ഉണ്ടാവണം. ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ ശ്രീകുമാർ എൻ്റെ സുഹൃത്താണ്, സീനിയർ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ അബ്സേർഡായ കാര്യങ്ങൾ പറയാണ്. പുതുപ്പള്ളി എന്നുള്ളത് UDF ബാസ്റ്റ്യൻ ആണ്, അതൊരു വാസ്തവമാണ്. ധർമ്മടം എന്നുള്ളത് ഒരു LDF സ്ട്രോങ് ഹോൾഡ് ആണ്, അതും വാസ്തവമാണ്. അതൊരാൾ പറഞ്ഞാൽ അതിന് തിരിച്ചു ചോദിക്കേണ്ടത് എന്നാൽ പിന്നെ നിങ്ങൾ അവിടെ മത്സരിക്കണോ എന്നാണോ? എന്ത് രാഷ്ട്രീയമാണ് സാർ നിങ്ങളൊക്കെ പറയുന്നത്? മത്സരിക്കേണ്ട എന്നല്ലല്ലോ. നിലമ്പൂരിൽ LDF ജയിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കേരളം പറയുമായിരുന്നത് UDF-ന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണ്ഡലം LDF പിടിച്ചു എന്ന് തന്നെയാണ്. അതാണ് രാഷ്ട്രീയ മര്യാദ. ഇനി അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള UDF-ന്റെ സീറ്റാണ്, പിടിക്കാൻ പറ്റിയില്ല എന്നാണ് സമ്മതിക്കുക. ഇതൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ധർമ്മടത്ത് തോറ്റതിന് ആരെങ്കിലും കോൺഗ്രസിന് കുറ്റം പറയോ? K. സുധാകരൻ പോലും തയ്യാറായിരുന്നില്ല ധർമ്മടത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് CPM-ന്റെ ഒരു കോട്ടയാണെന്നേ. അവിടെ പോയിട്ട് കോൺഗ്രസ്സുകാർ ജയിച്ചില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും കുറ്റം പറയോ? അതിന് ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാ? ഇതേ ചോദ്യം പണ്ട് ചോദിച്ചത് K. സുധാകരനായിരുന്നു. പുതുപ്പള്ളിയിൽ നിങ്ങൾ മത്സരിക്കരുതെന്ന്, ഉമ്മൻചാണ്ടി മരിച്ചതല്ലേന്ന്. ഈ മാതിരി പൊളിറ്റിക്സും കൊണ്ട് ചർച്ചയ്ക്ക് വരുന്ന ആളുകളോട് എന്ത് പറയാനാണ്? ശരി, ഒരു ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പറയാം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ താങ്കൾ UDF-ൽ ഉള്ള നേതൃനിരയെ കുറിച്ച് പറഞ്ഞു. LDF-ന്റെ കാര്യമോ? LDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ക്യാപ്റ്റനെ ഉണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ തന്നെ ആയിരിക്കും അടുത്ത തവണയും ക്യാപ്റ്റൻ എന്ന് ഉറപ്പിക്കാമോ? ഉറപ്പിക്കാൻ സാധിക്കില്ല ശ്രീ അഭിലാഷ്. ഒരു കേഡർ സംവിധാനമാണ് CPM. അപ്പോൾ കേഡർ സംവിധാനമുള്ള ഒരു കക്ഷിക്ക് അവരുടെ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്ന് വേണമെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കാം. ശ്രീ പിണറായി വിജയൻ്റെ പ്രായം മുന്നോട്ടാണ്. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരുപക്ഷെ ഒരുപിടി പുരികങ്ങൾ ചുളിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാർട്ടിക്ക് കൃത്യമായി ഒരു ആൻറ്റി ഇൻകംബൻസിയെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ഫേസിനെ മുന്നോട്ട് വെക്കുക എന്നതാണ്. പരമാവധി നമ്പർ ഓഫ് MLAs-നെ, CPM-ൻ്റെ തന്നെ MLA-മാരെ മാറ്റി പരീക്ഷിക്കണം. ഏതാണ്ട് ഈ സർവേ നൽകുന്ന സൂചന 62% MLA-മാരും മാറണം എന്നാണ്. 62% പേര് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള MLA-മാർ മാറണം എന്നാണ്. 23% ഈ സർവേ വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതേ പാർട്ടി തങ്ങൾ വോട്ട് ചെയ്യുന്ന പാർട്ടിയുടെ MLA അത് മാറണം. പാർട്ടി സെയിം ആയിരിക്കും, പക്ഷേ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മാറണം എന്ന നിലയിലാണ്. ഇതെല്ലാം ഒരു സൂചനയായി എടുക്കാമെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം there is food for thought. അതുകൊണ്ട് ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നത് തിരിച്ചറിയുന്നതിന് പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സർവേ ഒരു സൂചനയായി എടുത്തുകൊണ്ട് തരൂരിനെയൊക്കെ മാറ്റി നിർത്തുക. തരൂർ ഇഫക്റ്റ് കൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് വന്നത് തന്നെ. ആ ട്വീറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചർച്ച കേരള സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 8-9 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആദ്യത്തെ ഒരു മൂഡാണ് ഈ ചർച്ചയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അത് ഒരു ദിശാബോധം നൽകുന്നതാണ്. LDF-ന് ഏറെ ചിന്തിക്കേണ്ടതുണ്ട്, UDF ചിന്തിക്കേണ്ടതൊന്നുമില്ല. ഒരു പാർലമെന്റ് ജനാധിപത്യത്തിൽ ആരാണ് ഭരണകക്ഷി, അതായത് ഏറ്റവും അധികം പേരെ ജയിപ്പിച്ചെടുക്കുന്ന പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവ്, അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ UDF മുഖ്യമന്ത്രി ഉണ്ടാകൂ. LDF-ന് അതായിരിക്കില്ല. അവിടെ ശ്രീകുമാർ, ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് തരൂരിനെ മാറ്റി നിർത്തൂ. പക്ഷേ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ, ഏറ്റവും കുറഞ്ഞത് 3 പേർ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ UDF-ന് ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. മുമ്പൊക്കെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അറിയാമല്ലോ. ഇപ്പോൾ 2006 ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ഉമ്മൻചാണ്ടിയാണ് നമുക്കറിയാം. 2011 ഉമ്മൻചാണ്ടിയാണ് നമുക്കറിയാം. ഈ മട്ടിൽ പലപ്പോഴും പല ഘട്ടങ്ങൾ, ഇപ്പോൾ 96 AK ആന്റണി ആയിരിക്കും. അന്നത്തെ ഈ അനൗൺസ്മെന്റ് തന്നെ ചാരായ നിരോധനം നടപ്പാക്കിയ AK ആന്റണിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് എന്നുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ആരാകുമെന്ന് ഉറപ്പുണ്ടാവും. ഈ തവണ ആരാകുമെന്ന് ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തിട്ടായിരിക്കുമോ കോൺഗ്രസ് UDF മത്സരിക്കുക? അതിന് പറ്റുമോ? അതിന് പറ്റുന്ന സാഹചര്യം ഉണ്ടോ? നോക്കൂ അഭിലാഷ്, കോൺഗ്രസിലെ ഒരു നിര തുല്യരായി വളരുകയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ വരും. നേരെ മറിച്ച് അപ്പുറത്ത് അങ്ങോട്ട് വളർച്ചയില്ല, മുരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തുല്യരായ ഒരു കൂട്ടം നേതാക്കൾ വരുമ്പോൾ അതിൽ ആദ്യത്തെ ആര്, പ്രൈമസ് ഇൻ്റർപേഴ്സ് എന്ന് പറയില്ലേ, തുല്യയിൽ ഒന്നാമൻ ആരെ എന്നുള്ള ഒരു തർക്കം തന്നെ വരും. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. UDF അധികാരത്തിൽ വരുമെന്നുള്ളതും UDFന് അതൊരു പ്രശ്നമില്ല എന്നുള്ളതും. കാരണം ഇവർ കഴിഞ്ഞ പാലക്കാടും അതുപോലെ നിലമ്പൂർ ഇലക്ഷനിലൊക്കെ, നിലമ്പൂർ ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ വേറെ രീതി സംസാരിച്ചു. ഞാൻ അതല്ല പറഞ്ഞത്. ധർമ്മടവും പുതുപ്പള്ളിയൊന്നും നമ്മൾ പറയണ്ട, പറവൂരൊന്നും. നമ്മൾ നിലമ്പൂർ 10 വർഷം CPM MLA ആയിരുന്നു. അത് ആ കാര്യം സൂചിപ്പിച്ചതാണ്. അല്ലാണ്ട് പുതുപ്പള്ളിയായിട്ടും ധർമ്മടമായിട്ടും ഞാൻ ഉപമിക്കുന്നത് എന്തർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ UDFൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞല്ലോ, അതായത് ശശി തരൂരിനെ കുറിച്ച് നിഷ്പക്ഷമതികൾക്കിടയിൽ. പക്ഷേ അങ്ങനെ ഉണ്ടോ സാർ? ഇല്ല, ഇപ്പം അങ്ങനെ ഇല്ല. കാരണം എന്താ അറിയാമോ, കോൺഗ്രസ് നിൽക്കുന്ന ഒരാൾ, കോൺഗ്രസ് ജയിപ്പിച്ച് MP ആക്കിയ ഒരാൾ, കോൺഗ്രസിൻ്റെ പരമവനിത നയരൂപീകരണ സമിതിയിൽ അംഗമാക്കിയ ഒരാൾ കോൺഗ്രസിന് വിരുദ്ധമായി പറയുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശശി തരൂർ തിരുത്താൻ ശ്രമിക്കും എന്നൊരു സൂചന കേൾക്കുന്നുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല. തിരുത്താൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് നല്ല കാര്യം. അതല്ലെങ്കിൽ കേരളത്തിലെ തുല്യരായ UDF കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, അതാണ് ഈ കോൺഗ്രസിന് ഇപ്പോഴത്തെ വിജയത്തിന് കാരണം. അത് അപ്പുറത്തില്ല. അപ്പുറത്ത് നോക്കൂ, ഒരു ക്യാപ്റ്റൻ, അത്രേ ഉള്ളൂ. അതിന് പകരം ഒരു വനിതാ നേതാവ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം വരും. അവസാനിപ്പിക്കാം. എന്നോടാണോ? അതെ. അല്ല, എനിക്ക് ഒന്നും പറയാനില്ല. അതായത് കോൺഗ്രസിന്റെ ആളുകൾക്ക് പറയാനുള്ളത് ഇത്ര ഫ്രെയിലായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. അവിടെ കുറേ നേതാക്കന്മാരുണ്ട്. ഇതേ ന്യായം മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ നേതാക്കന്മാരുണ്ട്, അതുകൊണ്ടാണ് കുറേ ആൾക്കാർ BJP പോകുന്നത് എന്നുള്ളത്. അതുപോലുള്ള വർത്തമാനം മാത്രമാണ്. പിന്നെ അവരുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ തന്നെയാണ് ഒരു പ്രോ BJP സർവേ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പാടായി, അത്രയേ ഉള്ളൂ. ശരി, എന്തായാലും ശശി തരൂർ ആ സർവേ വന്ന മണി കൺട്രോളിന്റെ ലേഖനം എൻഡോസ് ചെയ്തതോടെ, അല്ലെങ്കിൽ അത് റീട്വീറ്റ് ചെയ്തതോടുകൂടി അതൊരു വാർത്തയായി. ആ വാർത്ത എത്രമാത്രം പുരോഗമിക്കുന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു.